ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ കാട്ടാൻ എന്ന ക്രൈം ത്രില്ലർ വെബ് സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ തന്നെ ഇതിന്റെ ഒന്നാം ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കണ്ടാലേ നിങ്ങൾക്ക് കഥ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഇതുവരെ എന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാം. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായി ഞാൻ കഥ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ നായകൻ വിജയ് സേതുപതിയുടെ തല കണ്ടില്ലേ, ഒരു സ്ഥലത്ത് വെട്ടിമാറ്റപ്പെട്ട നിലയിലിരിക്കുന്നത്. ഈ കൊലപാതകം ചെയ്തത് ആരാണ്, വിജയ് സേതുപതി ആരാണ് എന്ന രീതിയിലാണ് അന്വേഷണം പോകുന്നത്. അവസാനം കണ്ടുപിടിച്ചോ ഇല്ലയോ എന്ന് പറയുന്നതാണ് ഇനിയുള്ള കഥ. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സീരീസിലേക്ക് കടന്നാലോ. ഇപ്പോൾ 2011 നടന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മുത്തു വണ്ടിയിൽ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പയ്യന്മാർ ആ സ്ഥലത്തേക്ക് വന്ന് ഇയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. ഈ പയ്യന്മാര് ഭീഷണിപ്പെടുത്തി കാശ് പിടിച്ച് പറിക്കുന്നവരാണ്. എത്ര കാശുണ്ട് എടുക്കെന്ന് ഭീഷണിപ്പെടുത്തി ഒരുപാട് കാശൊക്കെ അവരെടുക്കുന്നുണ്ട്. വണ്ടിയിൽ അവിടെ എവിടെയായി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാശൊക്കെ എടുക്കുകയാണ്. പക്ഷെ ഇയാൾ ഒരുപാട് കാശ് വണ്ടിയിൽ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും ഈ പയ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഈ പയ്യന്മാരെല്ലാവരും കൂടെ എല്ലാ കാശും എടുത്ത് തുല്യമായി വീതിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. എന്നാൽ ഒരാൾ കൂടുതൽ കാശെടുത്തു. അയാൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എടുത്തത് എനിക്ക്, നിങ്ങൾ എടുത്തത് നിങ്ങൾക്ക് എന്നാണ്. അത് കേൾക്കാതെ പ്രശ്നം ഉണ്ടാക്കിയാൽ കത്തി വെച്ച് കുത്തും എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തു ഉണ്ടല്ലോ, കുറച്ച് മാറി മുന്നോട്ട് പോയി വണ്ടി നിർത്തുകയാണ്. ഇയാൾ ഒരുപാട് കാശ് വെച്ചിട്ടുണ്ടല്ലോ, ആ കാശിൽ നിന്ന് കുറച്ചെടുത്ത് അങ്ങനെ പറത്തി വിടുകയാണ്. ഈ പയ്യന്മാരെല്ലാവരും കൂടെ മത്സരിച്ച് അത് പെറുക്കിയെടുക്കുകയാണ്. കൂടുതൽ കാശെടുത്തവൻ പങ്കിടാൻ വിസമ്മതിച്ചില്ലേ, അവനിപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എല്ലാവർക്കും പെറുക്കിയെടുക്കാം, തുല്യമായി വീതിക്കാം എന്ന് പറയുന്നു. ഇത് കാണുന്ന എല്ലാവർക്കും കടുത്ത ദേഷ്യം വരികയാണ്. നീ എടുത്തത് നിനക്ക് എന്ന് പറഞ്ഞ് അവൻ താഴെയിട്ട കത്തി വെച്ച് അവന്റെ പിന്നിൽ തന്നെ കുത്തുകയാണ്. വളരെ തമാശയായിട്ടാണ് ഈ സീൻ നമുക്ക് കാണിച്ചു തന്ന് അവസാനിപ്പിക്കുന്നത്. മുത്തുവിന് ബെന്നി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതുപോലെ ബെന്നിക്ക് ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ പേര് ജെസ്സി എന്നാണ്. ആ ചേച്ചിയുടെ അടുത്തും ഇയാൾ ജോലി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ബെന്നിയെ ബന്ധപ്പെടണം. എന്നാൽ ബെന്നി ഇപ്പോൾ MLA അല്ലേ, അതുകൊണ്ട് അസിസ്റ്റന്റിനെയാണ് ഇവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത്. ബെന്നി സാറുമായി ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം, പെട്ടെന്നൊരു മീറ്റിംഗ് ഏർപ്പാടാക്കി തരാമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്പെക്ടറും ഈ തങ്കമുടിയും ചർച്ച ചെയ്യുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് മുത്തുവിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇത് കൂടാതെ മുത്തുവിന്റെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രയും കാശ് വന്നത്? കാരണം അവൻ വാരി വാരി എറിയുന്നുണ്ടല്ലോ. എങ്ങനെ അവന് കാശ് കിട്ടി? ശിവ എന്ന് പറയുന്ന ആളുടെ കൂടെ പോയിട്ടുണ്ട്, ബെന്നി എന്ന് പറയുന്ന ആളുടെ കൂടെയും ഇടപഴകിയിട്ടുണ്ട്. ഇത് കൂടാതെ ആര് വഴിയാണ് ഇവന് കാശ് കിട്ടിയതെന്ന് കണ്ടുപിടിക്കണം എന്നവർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ കാളെ ചിട്ടുവിനെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. ചിട്ടുവിന്റെ അമ്മ ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തിയിരുന്നു. ഇപ്പോൾ ആ ടൈലറിംഗ് ഷോപ്പ് ചിട്ടുവാണ് നടത്തുന്നത്. ഇയാൾ മുത്തുവിനെ കുറിച്ച് അറിയണം എന്ന് പറയുന്നു. വരൂ സാർ, നമുക്ക് സംസാരിക്കാം എന്നവളും പറയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതാവുന്നു. എനിക്ക് പോകണം എന്നൊക്കെ ചിട്ടു പറയാണ്. കുഴപ്പമില്ല, കുറച്ചു നേരം സംസാരിച്ചാൽ മതി എന്ന് ഇയാളും പറയുന്നു. ശരി സാർ, വരൂ, ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി സംസാരിക്കാമെന്ന് പറഞ്ഞ് ആ കുട്ടി നടന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. മുത്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, മുത്തു നല്ലവനാണ് സാർ, പക്ഷെ അതൊഴിച്ചാൽ മുത്തുവിനെ കുറിച്ച് മറ്റൊന്നും അറിയില്ല. അതെന്താ കൂടെ ജോലി ചെയ്തവരോട് ഒന്നും ചോദിക്കില്ലേ എന്ന് ഇയാളെ ചോദിക്കുകയാണ്. ഇല്ല സാർ, മുത്തു അതിനെക്കുറിച്ചൊന്നും പറയില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ചേർന്നത് തന്നെ എന്ന് പറഞ്ഞ് അവൾ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. 2012 ഈ ചിട്ടുവും മീനയും പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ മാനേജറും എപ്പോഴാ വരിക എന്ന് ചോദിക്കുന്നുണ്ട്. ഇറങ്ങി സാർ, വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ മീന പറയുന്നു. ഇപ്പോൾ വണ്ടിക്ക് എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുമ്പോഴാണ് ആ വഴി മുത്തു വരുന്നത്. എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? എൻ്റെ വണ്ടിയിൽ പോവാം എന്നയാൾ പറയുന്നു. ഇവനെ വിശ്വസിച്ച് പോവാമോ എന്ന രീതിയിൽ രണ്ടുപേരും നോക്കി നിൽക്കുകയാണ്. വേറെ വഴിയില്ല, ഇവന്റെ കൂടെ തന്നെ പോവാം എന്നവർ ചിന്തിക്കുകയാണ്. ഈ സ്ഥലം വരെ കൊണ്ടുപോകണം, പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ശരി, കൊണ്ടുവിടാം, കയറിക്കോ എന്ന് പറഞ്ഞ അയാളും അവരെ കൂട്ടിക്കൊണ്ടു പോവാണ്. എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഡാൻസേഴ്സ് ആണെന്നും ഡാൻസ് കളിക്കാൻ പോവാണെന്നും അവർ പറയുന്നു. അങ്ങനെയാണോ? എന്നെ ഡാൻസ് കളിച്ച് കാണിക്കാമോ എന്ന് അയാൾ ചോദിക്കുന്നു. അങ്ങനെ വെറുതെ ഒന്നും കാണിക്കാൻ പറ്റില്ല, കാശുണ്ടോ? 5000 രൂപയ്ക്ക് മുകളിലാവും എന്നവർ പറയുന്നു. അയാൾക്ക് തരാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. എന്നാൽ ഇയാൾ, ഇതിൽ 10000 രൂപയുണ്ട്, എനിക്ക് ഡാൻസ് കളിച്ച് കാണിക്കേ എന്ന് പറയുന്നു. ഇല്ലില്ല, ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് വെച്ച് ഡാൻസ് ചെയ്യുന്നത് കണ്ടോളൂ എന്നവർ പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഇയാളും ഡ്രോപ്പ് ചെയ്യാൻ വരികയാണ്. ഇവർക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇവർ വരാൻ കുറച്ച് വൈകിപ്പോയല്ലോ, അതുകൊണ്ട് വേഗത്തിൽ ടെന്റിനുള്ളിൽ പോയി അവർ ഡ്രസ്സൊക്കെ മാറുകയാണ്. ഈ സമയത്താണ് മാനേജറുമായി ചില റൗഡികൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് മാമ എന്നൊക്കെ ഒരുത്തൻ വിളിച്ചതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. കത്തി വെച്ച് കുത്താൻ വരുമ്പോൾ നമ്മുടെ മുത്തു തടയാൻ വരുന്നു. മാനേജർക്ക് മുത്തു ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. ഭാഗ്യത്തിന് ഒരുത്തൻ വന്ന് രക്ഷിച്ചല്ലോ എന്ന് മാനേജർ കരുതുകയാണ്. പക്ഷേ ഉള്ളിലിരിക്കുന്ന മീന ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പതുക്കെ ഈ മുത്തുവിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. കാരണം മുത്തുവിൻ്റെ ഇത് നല്ലൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ അവരും സ്റ്റേജിൽ ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. മുത്തു മാറി നിന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് പോകാമെന്ന് കരുതുമ്പോൾ കൊണ്ടുപോകേണ്ട ഡ്രൈവർ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്നത് അവർ കാണുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും ദേഷ്യപ്പെടുകയാണ്. ഈ രണ്ട് പെൺകുട്ടികളും നേരെ മുത്തുവിനോട് സംസാരിക്കാൻ വരുന്നു. ഞങ്ങളുടെ ഡ്രൈവർ ബോധമില്ലാതെ കിടക്കുകയാണ്. ഇടയ്ക്കിടെ അവൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്.
നിങ്ങൾക്ക് സ്ഥിരമായി ഞങ്ങളുടെ കൂടെ നിൽക്കാമോ, അതായത് ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ജോലി ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഇയാളും കുറച്ചു നേരം ആലോചിക്കുകയാണ്. മാനേജറും ആലോചിച്ച് നല്ല ശമ്പളം തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ശമ്പളമൊന്നും എനിക്ക് പ്രധാനമല്ല, എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞ് കുറച്ചു നേരം ചിന്തിക്കുകയാണ്. ശരി, ഓക്കെ, ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം, പക്ഷെ എന്നെക്കുറിച്ച് നിങ്ങൾ ആരും ഒന്നും ചോദിക്കാൻ പാടില്ല. അതുപോലെ ജോലി സമയം കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്നൊന്നും നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് അയാൾ പറയുന്നു. അതൊക്കെ ഞങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എന്ന് അവരും പറയുന്നു. അതുപോലെ താമസിക്കാൻ എനിക്കൊരു പ്രത്യേക മുറി വേണമെന്നും ചോദിക്കുന്നു. ഏർപ്പാടാക്കി തരാം എന്ന് അവരും സമ്മതിക്കുകയാണ്. ഇപ്പോൾ ഇയാൾ ഇവരുടെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ വരികയാണ്. എനിക്കായി ഒരു റൂം ചോദിച്ചല്ലോ, റെഡിയാക്കിയോ എന്ന് ചോദിക്കുകയാണ്. സത്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് കൊടുക്കാൻ മാത്രം അവർക്ക് റൂം ഒന്നുമില്ല. പക്ഷെ ഇയാളെ വിടാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് അവർക്കുള്ള റൂം അയാൾക്ക് കൊടുക്കാം എന്നവർ ചിന്തിക്കുകയാണ്. ഇതാണ് നിങ്ങൾക്കുള്ള റൂം, ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നു. ഈ പെൺകുട്ടികളുടെ റൂമാണ് തനിക്ക് തരുന്നതെന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇയാൾ വേഗത്തിൽ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. പിണങ്ങി പോവാണെന്ന് അവർ കരുതാണ്. എന്നാൽ ഇയാൾ ഒതുക്കിയിരിക്കുന്ന ഒരു സ്ഥലത്ത് കട്ടിലിടുകയാണ്. എനിക്കിതാണ് സൗകര്യം, ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയുന്നു. അവരുടെ അവസ്ഥ മനസ്സിലാക്കി ഇയാൾ പിന്തുണ നൽകുന്നതുകൊണ്ട് ആ 2 പെൺകുട്ടികൾക്കും ഇയാളോട് ഒരു ബഹുമാനം തോന്നുകയാണ്. ഇതുപോലെ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ പുരുഷന്മാർ കുറച്ച് മുതലെടുക്കാൻ നോക്കുമല്ലോ. പക്ഷെ മുത്തു അങ്ങനെയൊന്നും ചെയ്തില്ല. വളരെ ഡീസൻ്റായി പെരുമാറി. അതുകൊണ്ട് ഇവർക്ക് 2 പേർക്കും മുത്തുവിനെ വല്ലാതെ ഇഷ്ടമാവാണ്. ഇപ്പോൾ പ്രസന്റിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിട്ടു പറയുമ്പോഴേക്കും ബസ് എടുക്കാൻ സമയമായെന്ന് തോന്നുന്നു. സർ, ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല, നാളെ വേണമെങ്കിൽ ബാക്കി പറയാമെന്ന് പറഞ്ഞ് വേഗത്തിൽ അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ കാളെ താൻ അറിഞ്ഞ വിവരങ്ങളൊക്കെ ഫോൺ ചെയ്ത് ഇൻസ്പെക്ടറോട് പറയുന്നു. ആ കുട്ടിയെ വിടരുത്, നാളെയും പോയി ബാക്കി വിവരങ്ങൾ അറിയണം എന്ന് ഇൻസ്പെക്ടർ പറയാണ്. കാളെ ശരിയെന്ന് സമ്മതിക്കുന്നു. MLA ബെന്നി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ഇയാളാണ് MLA ബെന്നി. ഇപ്പോൾ ഇയാളുടെ അസിസ്റ്റന്റ് വന്നിട്ട്, സർ, പോലീസ് അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്, മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത് എന്ന് പറയുന്നു. മുത്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇയാൾ മുത്തുവിനെ കുറിച്ച് ഒരു കാര്യം ഓർക്കാൻ തുടങ്ങുന്നു. ആനയെ വെച്ച് തടിയൊക്കെ പിടിപ്പിക്കുമല്ലോ, അങ്ങനെ ഒരു സ്ഥലമാണ് ബെന്നി നടത്തുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ഒരു ആനയ്ക്ക് മതളകാണ്. അവിടെയുള്ള എല്ലാവരും പേടിച്ചോടുന്നുണ്ട്. എന്നാൽ മുത്തു മാത്രം വളരെ ആത്മവിശ്വാസത്തോടെ ആനയുടെ അടുത്തേക്ക് വരികയാണ്. അതിനെ പതുക്കെ പതുക്കെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ ആന ഇയാളുടെ നിയന്ത്രണത്തിലാവുന്നു. ഇയാൾ ആനപ്പുറത്ത് കയറി സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ ഇവൻ ഇത്ര മിടുക്കനാണോ എന്ന രീതിയിൽ ബെന്നി നോക്കുന്നുണ്ട്. ഇപ്പോൾ ലളിത പച്ചക്കറിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരികയാണ്. ഇവളുടെ അമ്മായിയമ്മ ജോലി ചെയ്യാൻ ഒരു സ്ത്രീയെ നിർത്തിയിട്ടുണ്ട്. അവർക്ക് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കുകയാണ്. എനിക്ക് ഈ സമയത്ത് ചാണകം വാരാൻ വയ്യ മോളെ, നീ കുറച്ച് ചാണകം വാരാമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ലളിതയ്ക്ക് കടുത്ത ദേഷ്യം വരാണ്. എന്നാൽ പെട്ടെന്ന് മനസ്സ് മാറുന്നുണ്ട്. ഈ ചാണകത്തിൽ അമ്മായിയമ്മ തെന്നി വീണാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇവർ ചിന്തിക്കുകയാണ്. അമ്മായിയമ്മ കുളിച്ചു വരുമ്പോൾ വീഴണം എന്ന് പറഞ്ഞ് ഇവർ നോക്കി നിൽക്കുകയാണ്. അമ്മായിയമ്മ 2 വട്ടം രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു തവണ നടക്കുമ്പോൾ അറിയാതെ തെന്നി താഴെ വീഴാണ്. ഇത് കണ്ട് ലളിത സന്തോഷിക്കുകയാണ്. ഇവരുടെ ഭാഗം വെറും ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്, കാര്യമായിട്ട് എടുക്കണ്ട. ഇപ്പോൾ പിറ്റേ ദിവസം കാളെ ചിട്ടുവിനെ കണ്ട് സംസാരിക്കാൻ കടയിൽ വരികയാണ്. തുടർന്ന് നടന്ന കാര്യങ്ങൾ പറയാമോ എന്ന് ചോദിക്കുകയാണ്. അവളും പറയാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ മുത്തുവിനെ എല്ലാവർക്കും വളരെ ഇഷ്ടാവുന്നുണ്ട്. കാരണം വളരെ മാന്യമായിട്ടാണ് ഇയാൾ പെരുമാറുന്നത്. പോകെ പോകെ മീനയ്ക്ക് അവനോട് പ്രണയം തന്നെ തോന്നുകയാണ്. അയാൾ മാറി ഒറ്റയ്ക്ക് പോയിരിക്കുമ്പോൾ എന്തിനാ ഒറ്റയ്ക്കിരിക്കുന്നത്, ഞങ്ങളുടെ കൂടെ വന്ന് സാധാരണ പോലെ സംസാരിക്കുക എന്നവർ പറയുന്നു. ഇയാളും അവരുമായി വളരെ സൗഹൃദത്തിൽ ഇടപെടുന്നുണ്ട്. അവർ തോട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മീൻ ഒരു പാട്ട് പാടുന്നു. എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ മുത്തു എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐസ് വിളിക്കുന്ന ഒരാളോട് സംസാരിക്കുകയാണ്. ഈ നാട്ടിലെ റൗഡി സഹോദരന്മാരെ കുറിച്ച് അന്വേഷിക്കുകയാണ്. 3 പേര് റൗഡികളാണ്, അവരെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അതിൽ ഒരാളുടെ പേര് മാത്രം ഇയാൾക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ അന്വേഷിക്കുന്നത് മീന ശ്രദ്ധിക്കുന്നു. എന്ത് സംസാരിക്കുന്നതെന്ന് മീനയ്ക്ക് അറിയില്ല. അയാളുടെ അടുത്ത് പോയി എന്താ സംസാരിക്കുന്നതെന്ന് നോക്കിയിട്ട് പോവാണ്. ഇപ്പോൾ ചിട്ടു അമ്മയുടെ കടയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഐസ് വിൽക്കുന്നയാൾ വന്ന് ആ റൗഡിയുടെ പേര് എന്താണെന്ന് ചിട്ടുവിൻ്റെ അമ്മയോട് ചോദിക്കുന്നു. അവരും ആ പേര് പറയാണ്. ആ പേര് നീ എന്തിനാ ചോദിക്കുന്നത് എന്ന് അമ്മ ഐസുകാരനോട് ചോദിക്കുകയാണ്. എനിക്കെന്തിനാ ആ പേര്? മുത്തുവാണ് ചോദിച്ചത്. മുത്തു എനിക്ക് കുറെ കാശൊക്കെ തന്നു എന്ന് അയാൾ പറയുന്നു. കാശ് കൊടുത്ത ആ റൗഡിയുടെ പേരെന്തിനാ അറിയുന്നത് എന്ന് മീനയ്ക്ക് സംശയം വരാണ്. ഇപ്പോൾ വണ്ടി പോകുമ്പോൾ മീന ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ആ റൗഡിയുടെ പേര് ചോദിച്ചത്? റൗഡിയുടെ പേര് 2 പേരെ ചോദിക്കൂ, ഒന്ന് പോലീസ് അല്ലെങ്കിൽ മറ്റൊരു റൗഡി. അപ്പോൾ നീ റൗഡിയാണോ എന്നവർ ചോദിക്കുകയാണ്. ഇയാളൊന്നും മിണ്ടുന്നില്ല. എന്നെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ചോദിക്കരുത് എന്ന് പറയാണ്. അത് കേൾക്കാതെ അവർ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കരുത് എന്ന് പറയുന്നത്. ചോദിക്കരുത് എന്ന് ഇയാൾ കുറച്ച് ദേഷ്യത്തിൽ പറയാണ്. അവൾക്ക് പിണക്കാവുന്നുണ്ട്. കുറച്ച് ദിവസമായി അവൾ ശരിക്കും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് മുത്തു തന്നെ അവളോട് സംസാരിക്കാൻ വരികയാണ്. എന്നാൽ അവൾ അമ്മയെ കാണാൻ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. എന്നോട് പറയാറുന്നില്ലേ എന്ന് മുത്തു ചോദിക്കുന്നു. നീ അവളോട് ശരിക്കും സംസാരിച്ചില്ലല്ലോ, അതുകൊണ്ട് അവൾ തന്നെ നടന്നുപോയി എന്നുള്ളിലുള്ള സ്ത്രീകൾ പറയാണ്. നമ്മൾ ഉടനെ തടയണമെന്ന് പറഞ്ഞ് ഇയാളും വണ്ടി എടുത്ത് പോവാണ്. അവൾ കുറച്ച് ദേഷ്യത്തിലാണ് ഇയാളുടെ വണ്ടി കണ്ടതിന് ശേഷം നടക്കുന്നത്. ദേഷ്യപ്പെടാതെ വണ്ടി കയറ് എന്ന് പറഞ്ഞ അയാൾ സമാധാനിപ്പിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവൾ വണ്ടി കയറുകയാണ്. എന്നെക്കുറിച്ച് നീ അറിയണം എന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സമയം വരുമ്പോൾ ഞാൻ തന്നെ പറയാം, ഇപ്പോൾ വേണ്ട എന്ന് അയാൾ പറഞ്ഞു. ശരി, ഓക്കെ എന്ന് അവളും സമ്മതിക്കുന്നു. ഇപ്പോൾ യാത്ര ചെയ്ത് അവൾ അമ്മയെ കാണാൻ വരികയാണ്. അമ്മ ഒറ്റയ്ക്കാണ്.
ഇപ്പോൾ കുറച്ച് വയ്യ, അതുകൊണ്ടാണ് മകള് കാണാൻ വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ കുഴപ്പമില്ല എന്ന് പറയാണ്. അവളുടെ അമ്മ ഒരു ഗായികയാണ്, ഈ സ്ഥലത്ത് പാട്ടൊക്കെ പാടി കാണിക്കുന്നുണ്ട്, സൂപ്പറായി പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇയാളും വളരെ സന്തോഷത്തിൽ അമ്മയോട് സംസാരിക്കുന്നു. ശരിക്കും അമ്മ ഒരു കാലത്ത് നല്ല ചുറ്റുപാടിൽ ജീവിച്ചവളാണ്. എന്നാൽ ബന്ധുക്കൾ വഞ്ചിച്ച് സ്വത്തൊക്കെ തട്ടിയെടുത്തു. ഇപ്പൊ നോക്ക്, എന്റെ മോൾ ഈ രീതിയിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നു എന്നിവര് സങ്കടത്തോടെ പറയാണ്. ഇങ്ങനെ സങ്കടത്തോടെ സംസാരിക്കുമ്പോൾ മീന അവിടേക്ക് വരികയാണ്. എന്തിനാമേ വെറുതെ അയാളോട് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുന്നത് എന്ന് മീന ചോദിക്കുന്നു. അതൊന്നുമില്ല, ഞാൻ സാധാരണയായി സംസാരിച്ചതാണ് എന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും അമ്മയോട് സംസാരിക്കുന്നു. ഇയാൾക്ക് ഇവർ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ മീനയോട് നിനക്ക് മറവി രോഗമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താ അങ്ങനെ ചോദിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല എന്ന് അവള് പറയുന്നു. അല്ല, നിനക്ക് 30 വയസ്സ് കഴിഞ്ഞല്ലോ, കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ലേ എന്ന് അയാൾ ചോദിക്കുന്നു. എന്നെ ആര് കല്യാണം കഴിക്കാനാണ്? എന്നെ കല്യാണം കഴിക്കുന്നവൻ ഞാൻ ആരുടെ കൂടെയൊക്കെ കിടന്നിട്ടാണ് വരുന്നത് എന്ന രീതിയിലേ ചിന്തിക്കൂ. എന്തിനാ വെറുതെ അവനൊരു വിഷമം കൊടുക്കുന്നത്? അതുകൊണ്ടാണ് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാഞ്ഞത്. അതൊഴിച്ചാൽ ആരെങ്കിലും കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് കല്യാണം കഴിക്കുന്നത് സമ്മതമാണ് എന്ന് പറഞ്ഞ് അവൾക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് പരോക്ഷമായി പറയാണ്. ഇയാൾക്കും അത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ട് മുത്തു പ്രതികരിച്ചില്ലല്ലോ എന്നോർത്ത് രാത്രി മുഴുവൻ അവൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുത്തു വണ്ടിയിലിരുന്ന് പുകവലിക്കുകയാണ്. അവളും വണ്ടിയിൽ കയറിയിരിക്കുന്നു. വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം എന്ന് അവൾ പറയുന്നു. ഇപ്പോൾ യാത്ര ചെയ്ത് അവരൊരു ചായക്കടയിൽ വരികയാണ്. ചായക്കടയിൽ വെച്ച് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ വൈകുന്നേരം സംസാരിച്ചപ്പോൾ നീ ശരിയായ മറുപടി പറഞ്ഞില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ഞാൻ തുറന്നു പറയാണ് എന്ന് അവൾ പറയുന്നു. അപ്പോഴും ഇയാൾ വ്യക്തമായൊരു മറുപടി പറയുന്നില്ല. മീന പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ ചിട്ടുവിനോട് പറയുന്നുണ്ട്. മുത്തുവിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും അറിയില്ല, നീ വെറുതെ സ്നേഹിക്കാനൊന്നും നിൽക്കണ്ട എന്ന് ചിട്ടു പറയുന്നു. പക്ഷെ മീന തീവ്രമായി സ്നേഹിക്കാൻ തുടങ്ങുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് മീന ചിട്ടുവിന്റെ കൂടെ അവരുടെ നാട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെയാണ് നടന്നത് എന്ന് ചിട്ടു ഇവിടെ പറയാണ്. ശരി, മുത്തു എപ്പോഴാ പോയത് എന്ന് അയാൾ ചോദിക്കുന്നു. സർ, അവസാനമായി ഒരു ഉത്സവത്തിന് പോയി, അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, 2 പേര് മരിച്ചു. അന്നു മുതൽ ഞങ്ങൾ ഉത്സവങ്ങൾക്കൊന്നും അങ്ങനെ പോകാറില്ല, പതുക്കെ അത് നിന്നുപോയി. അന്നു മുതൽ ഞാൻ അമ്മയുടെ കട നോക്കാൻ തുടങ്ങി എന്നൊക്കെ ചിട്ടു പറയുന്നു. ശരി, മീന എവിടെ എന്ന് ചോദിക്കുകയാണ്. സർ, മീനയെ ഞാൻ ഒരുപാട് നാളായി കണ്ടിട്ടില്ല, അവളുടെ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല, നമ്പർ മാറ്റിയെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇയാൾക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഞെട്ടിക്കുന്ന എന്തോ ഒരു വിവരമാണ് പറയുന്നത്. ഇപ്പോൾ നേരെ ഇയാൾ പ്ലാസ്റ്റർ ഇടുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് ആ സ്ഥലത്ത് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ വേദന കൊണ്ട് പൊളയാണ്. ഇതൊക്കെ അയാളുടെ ഭാര്യ ലളിത അമ്മ കാണാതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ നോക്കി ദേഷ്യപ്പെടുമ്പോൾ അവർ വീഡിയോ കട്ട് ചെയ്യുന്നു. ഇൻസ്പെക്ടർ തങ്കമുടിയോട് മദ്യം വാങ്ങി വരാൻ പറഞ്ഞിരുന്നു. മദ്യം കിട്ടിയില്ല എന്ന് തങ്കമുടി പറയുന്നു. എനിക്കറിയില്ല, എനിക്ക് കുടിച്ചേ മതിയാവൂ എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. നിയമവിരുദ്ധമായി മദ്യം വിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് അവർ വരികയാണ്. അയാളോട് മുത്തുവിനെ കുറിച്ച് ചോദിക്കാമെന്ന് കരുതി മുത്തുവിനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. മുത്തുവിനെ അറിയാതിരിക്കോ? നല്ലോണം അറിയാം, ബെന്നിയും മുത്തുവും അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് അയാളും ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. മരം പിടിക്കുന്ന ജോലിയല്ലേ ബെന്നി ചെയ്യുന്നത്. ബെന്നി MLA ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയാണ്. പത്രിക നൽകാൻ പോകുമ്പോൾ എതിർ പാർട്ടിക്കാർ ബെന്നിയെ ഭീഷണിപ്പെടുത്തി തടയാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് മുത്തു വന്ന് എതിരാളികളെ തടഞ്ഞു നിർത്തുന്നു. വഴക്കുണ്ടാക്കാൻ വന്നവരായി മുത്തു ഭയങ്കരമായി അടിപിടി കൂടുന്നു. അങ്ങനെ ബെന്നിയെ കൊണ്ട് പത്രിക സമർപ്പിക്കുന്നു. അതിനുശേഷമാണ് ബെന്നി MLA ആകുന്നത്. മുത്തു ശിവ വഴിയാണ് ബെന്നിയെ പരിചയപ്പെടുന്നത്. ബെന്നിയുടെ കീഴിൽ ജോലി ചെയ്തു. പിന്നെ ബെന്നിയുമായി അടുത്തത് കൊണ്ടാണ് ബെന്നിയുടെ ചേച്ചിയുടെ അടുത്തേക്ക് ബെന്നി മുത്തുവിനെ അയച്ചത്. ഇപ്പോൾ ഒരു കോളേജാണ് കാണിക്കുന്നത്. കോളേജിൽ 2 സംഘങ്ങൾ തമ്മിൽ തല്ല് നടക്കുകയാണ്. ജെസ്സി എന്ന് പറയുന്ന പ്രിൻസിപ്പൾ അവിടെ വന്നിട്ട് എന്താണ് തല്ലുകൂടുന്നത്, 2 പേര് എൻ്റെ മുറിയിലേക്ക് വാ എന്ന് ശാസിക്കുകയാണ്. ഈ ജെസ്സിയെ കാണാനാണ് 2 പോലീസുകാർ വന്നിരിക്കുന്നത്. ബെന്നിയുടെ ചേച്ചിയാണ് ഈ ജെസ്സി. ഇവരൊരു NGOയും കോളേജും നടത്തുന്നുണ്ട്. ഇവർ നടത്തുന്ന NGOയിൽ മുത്തു കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. ബെന്നി പറഞ്ഞിട്ടാണ് ജോലി ചെയ്തത്. അങ്ങനെ മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. നിങ്ങളുടെ അനിയൻ ബെന്നിയെ കിട്ടുന്നില്ല, നിങ്ങൾക്കറിയാവുന്നത് പറയേ എന്നിവർ ചോദിക്കുകയാണ്. ഈ സമയത്ത് അവർ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ആ സ്ഥലം നോക്കി നടത്താനായിരുന്നു മുത്തു വന്നത്. മുത്തു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പന്ത് മുകളിൽ നിന്ന് വീഴുന്നു. ഇവിടെ ജോയിൻ ചെയ്യാൻ വന്ന ഒരു പെൺകുട്ടി അവിടുത്തെ കുട്ടികളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുകയാണ്. ആ കുട്ടിയുടെ പേര് സിന്ധു എന്നാണ്. എന്താടോ, ജോയിൻ ചെയ്യാൻ വന്നാൽ ആദ്യം എന്നെ വന്ന് കാണണം, അതിനുശേഷമാണ് കളിക്കാനൊക്കെ പോവേണ്ടത് എന്ന് അയാൾ പറയുന്നു. അവൾ അയാളോട് സംസാരിക്കാൻ വരുന്നു. അവളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി ഇയാൾ നോക്കുകയാണ്. ജോലിയൊക്കെ കൃത്യമായി ചെയ്യോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ചെയ്യുമെന്ന് അവളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് മറ്റൊരു പയ്യൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്നു. ആ കൊച്ചു പയ്യനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്ക്, നിങ്ങൾ നന്നായി ജോലി ചെയ്യില്ലയോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് മുത്തു പറയുന്നു. അവൾ വേഗത്തിൽ അങ്ങോട്ടേക്ക് പോവാണ്. എടോ, ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ അടുത്താണ് തീപിടുത്തത്തിൽ മരിച്ചുപോയത്, അതുകൊണ്ട് ബുദ്ധിപരമായി സംസാരിച്ച് കഴിപ്പിക്കണം എന്ന് അയാൾ പറയുന്നു. ശരിയെന്ന് പറഞ്ഞ അവളും അവിടെ എത്തുകയാണ്. അവൾ എന്ത് ചെയ്യുന്നു എന്ന് ഇയാളും ദൂരെ മാറി നിന്ന് ശ്രദ്ധിക്കുകയാണ്. അവൾ ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നു. നീ കഴിച്ചാൽ നല്ല ഉറക്കം വരും, ഉറക്കത്തിൽ അച്ഛനും അമ്മയും വരും, നിനക്ക് അവരെ കാണാൻ കഴിയും എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. അവൾ നന്നായി സംസാരിച്ച് ഭക്ഷണം കഴിപ്പിച്ചല്ലോ. ഇത് കണ്ട അയാൾ ഇംപ്രസ്ഡ് ആവുന്നു. കുട്ടികളെ പഠിപ്പിക്കാനാണ് അവൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവൾ ക്ലാസ് എടുക്കുകയാണ്. ഇയാൾ ജനലിലൂടെ അവൾ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് കാണാണ്. എന്താ സാർ, ഞാൻ നന്നായി ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണോ എന്ന് അവൾ ചോദിക്കുകയാണ്. അല്ല, ഞാൻ ചെറുപ്പത്തിൽ ക്ലാസ്സിലൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് നോക്കിയതാണ് എന്ന് അയാൾ പറയുന്നു. എന്നാൽ നിങ്ങളുടെ കസേര കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, ഇവിടെ ഇരുന്ന് ശ്രദ്ധിച്ചോ എന്ന് അവൾ പറയുന്നു. ഇപ്പോൾ ഇയാളും കുട്ടികളുടെ കൂടെ ഇരുന്ന് ക്ലാസ് ഒക്കെ കേൾക്കുകയാണ്.
കുറച്ച് കഴിഞ്ഞ് ജെസ്സി അവിടേക്ക് വരുന്നു. അവർ പുറത്തു പോയ സമയത്താണ് സിന്ധു ജോയിൻ ചെയ്യാൻ വന്നത്. പുതുതായി വന്ന സിന്ധു ജോലി എങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അവർ ചോദിക്കുകയാണ്. വളരെ നന്നായി ചെയ്യുന്നുണ്ട് എന്ന് അയാൾ പ്രശംസിക്കുന്നു. നീ അത്ര വേഗം ആരെയും പുകഴ്ത്താറില്ലല്ലോ, ഇവിടെ എന്താ ഇത്ര പ്രശംസിക്കുന്നത്, ഇഷ്ടപ്പെട്ടോ എന്ന് അവർ ചോദിക്കുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് അയാൾ നാണിക്കുകയാണ്. സിന്ധു അവിടേക്ക് വരുമ്പോൾ ഇയാൾ അവളെ നോക്കി നാണിക്കുകയാണ്. ഇവന് പ്രണയം തുടങ്ങി എന്ന് ജെസ്സിക്ക് മനസ്സിലാവുന്നുണ്ട്. ബെന്നി, ശിവ എല്ലാവരും കാശിട്ടിട്ടാണ് ഈ സ്ഥലം നടത്തുന്നത്. അങ്ങനെ ഉത്സവം വരെയാണ്. അതിന് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവരും ഒരുപാട് കാശ് മുടക്കി ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും അടുക്കാൻ തുടങ്ങുകയാണ്. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്, പക്ഷെ തുറന്നു പറഞ്ഞിട്ടില്ല. സിന്ധുവിന്റെ വീട്ടിൽ മറ്റൊരു വിവാഹാലോചന നോക്കുന്നുണ്ട്. നീ വീട്ടിലേക്ക് വാ എന്ന് അവർ പറയാണ്. അവൾ പോകുന്നതിന് മുമ്പ് ഇതേക്കുറിച്ച് ഹീറോയ്ക്ക് ഒരു കത്ത് എഴുതി വെക്കാണ്. ഹീറോ അത് കണ്ടിട്ട് വേഗം അങ്ങോട്ടേക്ക് പോവാണ്. സത്യത്തിൽ സിന്ധുവിന് ഒരു ചേച്ചിയുണ്ട്. നല്ലൊരു ബന്ധമാണ്, വേഗം കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ചേച്ചി തയ്യാറെടുക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ആ കുടുംബം അവിടെ സംസാരിക്കാനായിട്ട് വരികയാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോയും അവിടെ എത്തുന്നു. സുഹൃത്താണെന്ന് പറഞ്ഞ് ചേച്ചി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് ആ ചെറുക്കനും അമ്മയൊക്കെ ശരിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. സിന്ധു എല്ലാവർക്കും കാപ്പി കൊടുക്കുകയാണ്. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാമെന്ന് പറഞ്ഞ് താൻ പ്രണയിക്കുന്ന കാര്യം അവൾ തുറന്നു പറയുന്നു. ഇത് കേട്ട് മുത്തുവിന് ഞെട്ടലാവുന്നു. ഇയാൾ മിഴിച്ചു നിൽക്കാണ്. ആ ചെറുക്കന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ ആ ചെറുക്കൻ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. സിന്ധുവിന്റെ ചേച്ചിയും ഇത് നേരത്തെ നിനക്ക് പറയാറുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാനും ഇയാളോട് ഇപ്പോഴാണ് പറയുന്നത് എന്ന് അവള് പറയാണ്. മുത്തുവിന് ഇവിടെ എന്ത് പറയണമെന്നറിയില്ല. അങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നീ എന്ത് കണ്ടിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്, എന്നെ കുറിച്ച് നിനക്കൊന്നും അറിയില്ലല്ലോ എന്നയാൾ ചോദിക്കുകയാണ്. അറിഞ്ഞിടത്തോളം നീ നല്ലവനാണ്, എനിക്കത് മതി എന്നവള് പറയുന്നു. ഇയാളും ചെറുതായി നാണിച്ച് ചിരിക്കുന്നുണ്ട്. മുത്തുവും ചെറുതായി നാണിച്ചിട്ട് ചിരിക്കുകയാണ്. കല്യാണം കഴിക്കാമെന്ന തീരുമാനത്തിൽ മുത്തുവും എത്തുകയാണ്. അവർ രണ്ടുപേരും അവിടെ തുടർന്നും ജോലി ചെയ്യുന്നു, കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ശിവ വരുന്നത്. ചടങ്ങിൽ ഒരുപാട് കുട്ടികൾ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇവർ മേക്കപ്പ് ചെയ്ത് വിടുകയാണ്. ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് സിന്ധുവും മുത്തുവും റൊമാൻസ് ചെയ്യാനായി ചുംബിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഒരു സംഘം റൗഡികൾ ശിവയെ ആക്രമിക്കാൻ വരുന്നത്. മുത്തു തടുത്ത് അവരുമായി അടിപിടി കൂടുന്നു. ആര് പറഞ്ഞയച്ചിട്ടാണ് ഇവന്മാർ ആക്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും നാടൻ ബോംബ് കയ്യിൽ വെച്ചിട്ടുണ്ട്. തോന്നിയതുപോലെ വലിച്ചെറിയാണ്. കുട്ടികൾക്ക് ഒന്നും സംഭവിക്കരുതല്ലോ, അതുകൊണ്ട് ശിവ, ബെന്നി, മുത്തു 3 പേരും ചേർന്ന് ഭയങ്കരമായി തല്ലുകൂടുന്നു. ഒരുത്തൻ ബോംബ് എറിയാൻ നോക്കുമ്പോൾ മുത്തു അവനെ തടയുന്നു. മുത്തു സൂക്ഷിക്കുക എന്ന് അവർ രണ്ടുപേരും പറയുന്നുണ്ട്. ഇയാൾ ശ്രദ്ധയോടെ അവനെ നേരിട്ട് ബോംബ് എറിയാൻ വിടാതെ താഴെയിടുന്നു. മുത്തുവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് സിന്ധു പേടിക്കുന്നുണ്ട്. അടുത്തേക്ക് വരാൻ നോക്കുകയാണ്. സിന്ധു വരരുത് എന്ന് പറഞ്ഞ് ഇയാൾ തല്ലുകൂടാണ്. അപ്പോഴാണ് മറ്റൊരു ബോംബ് ഒരുത്തൻ എറിയുന്നത്. ആ ബോംബ് പൊട്ടുകയാണ്. അതിൽ ഇയാൾ തെറിച്ചു വീഴുന്നു. സിന്ധുവും തെറിച്ചു വീഴാണ്. ഇത് കണ്ട് ശിവയും ബെന്നിയും ഞെട്ടിപ്പോവാണ്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ പോകുന്നു. അങ്ങനെ ഇതുവരെ ജെസ്സി കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബെന്നിയുടെ കോള് വരാണ്. ഇവർ അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നു. വന്നിട്ടുള്ള പോലീസിനോട് എല്ലാം പറയരുത്, പോലീസിനോട് എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞോളാം, നീ പറഞ്ഞെടുത്ത് നിർത്ത് എന്ന് ബെന്നി പറയാണ്. ഇപ്പോൾ ഇവർ എനിക്ക് ഇത്ര അറിയൂ, അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല, വേണമെങ്കിൽ ബെന്നിയോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. എന്താ പെട്ടെന്ന് പോയത് എന്ന് പോലീസുകാരൻ ചിന്തിക്കുകയാണ്. ഇപ്പോൾ 2006 നടന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോ രമേശ് എന്ന ചേട്ടനുമായി സംസാരിച്ചുകൊണ്ട് വണ്ടിയിൽ യാത്ര ചെയ്യാണ്. ഈ രമേശ് പണ്ട് കഞ്ചാവ് കടത്തുന്ന ഒരാളായിരുന്നു. അത് ശ്രദ്ധിച്ച ശിവ എന്റെ കൂടെ വന്ന് നല്ല ജോലി ചെയ്യുകയെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നതാണ്. ശിവ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആളല്ലേ എന്ന് നിങ്ങൾക്ക് സംശയം വരും. അന്ന് അയാൾ സ്വർണ്ണക്കടത്തൊന്നും ചെയ്തിരുന്നില്ല. ഗ്രേ ഏരിയയിൽ ചില ജോലികളുണ്ടല്ലോ, അതായത് ശരിയും തെറ്റും അല്ലാത്ത ചില കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളാണ് ശിവ ചെയ്തിരുന്നത്. അതുവഴി ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുമുണ്ട്. മുത്തു എങ്ങനെയാണോ ശിവയുടെ കൂടെ വന്നത്, അതുപോലെയാണ് ഈ രമേശും വന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ കാളയെ കാണിക്കുന്നു. കാളയെ ഭാര്യയോട് ഭയങ്കരമായി ചൂടാവുകയാണ്. ഭാര്യ എടുത്ത് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. വ്യൂസൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് എന്ന് അവൾ പറയുന്നു. ദേഷ്യത്തിൽ അയാൾ ഭാര്യയെ ചീത്ത പറയാണ്. ഭാര്യയുമായി വഴക്കുണ്ടായത് കൊണ്ട് ഇയാൾ സ്റ്റേഷനിൽ വന്ന് കിടന്നുറങ്ങുന്നു. ഇയാളെ കണ്ട് സംസാരിക്കാൻ ഒരു റെപ്പ് വന്നിട്ടുണ്ട്. ഇയാൾ സെല്ലിലാണ് കിടന്നുറങ്ങുന്നത്. എന്താ സാർ ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അയാൾ ബിൽഡപ്പ് കൊടുക്കുകയാണ്. മുത്തുവിനെ കുറിച്ചുള്ള വിവരം നൽകാനാണ് അയാൾ വന്നത്. വിവരം നൽകിയാൽ കാശ് തരാമെന്ന് ഇവർ പരസ്യം നൽകിയിരുന്നു. സാർ ആദ്യം കാശ് താ, എന്നാലേ വിവരം പറയൂ എന്ന് അയാൾ പറയുന്നു. ഇയാൾ കാശൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അയാൾ വിവരം പറയുന്നു. അവനൊരു മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു സാർ, അവിടെ വെച്ചിട്ടാണ് പരിചയം എന്ന് അയാൾ പറയുന്നു. ഓഹോ, ആ സമയത്ത് നിങ്ങൾ അവിടെ കമ്പൗണ്ടർ ആയിരുന്നോ എന്ന് കാളെ ചോദിക്കുകയാണ്. കമ്പൗണ്ടറോ? ഞാനും അവിടെ പേഷ്യന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് അയാളും ഒരു കഥ പറയാൻ തുടങ്ങുന്നു. 2014 ഈ സംഭവം നടക്കുന്നത്. ഈ റെപ്പായി വന്നയാൾ മറ്റു രോഗികൾക്ക് ഞാൻ നിനക്ക് ദൈവത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഓരോന്ന് കാണിക്കുകയാണ്. കുറച്ച് മാറിയാണ് മുത്തു ഇരിക്കുന്നത്. മുത്തുവിന് പൂർണ്ണമായും മാനസിക പ്രശ്നമുള്ളതായി തോന്നുന്നില്ല. സാമാന്യം വ്യക്തതയുണ്ട്. ഇയാൾ എല്ലാവരെയും ദൈവത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണല്ലോ. മുത്തുവിനെ വിളിച്ച് നിനക്കും ദൈവത്തെ കാണിച്ചു തരാം എന്ന് പറയുന്നു. അല്ലല്ല, ദൈവം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് മുത്തു ഒരു കല്ല് കാണിച്ചു കൊടുക്കുന്നു. ആ കല്ല് താടാ എന്ന് പറഞ്ഞ് ഇയാൾ മുത്തുവിനോട് തല്ലുകൂടാണ്. ഇങ്ങനെയൊക്കെ ഇവർ രണ്ടുപേരും തല്ലുകൂടിയിട്ടുണ്ട്. തമാശയ്ക്കാണ് തല്ലുകൂടുന്നത്, കാര്യമായിട്ടല്ല. ഇങ്ങനെയാണ് സാർ എനിക്ക് മുത്തുവിനെ പരിചയം എന്ന് അയാൾ പറയുന്നു. ഓ, ഇവൻ മെന്റൽ ഹോസ്പിറ്റൽ ആയിരുന്നോ എന്ന് കാളെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ കാളെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അമ്മ ലളിതയെക്കുറിച്ച് എന്തോ പറയാൻ വരുന്നു. എന്താ അമ്മ, ഞാൻ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല,
ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് പറയാനുള്ളത് പറയേ എന്ന് പറഞ്ഞ് അവൻ വേഗം വീട്ടിലേക്ക് വരുന്നു. ലളിതയെ വിളിക്കുന്നുണ്ട്, പക്ഷെ മറുപടിയില്ല. അപ്പോഴാണ് ലളിത വീട്ടിലില്ല എന്ന് അയാൾക്ക് മനസ്സിലാവുന്നത്. അമ്മയോട് ലളിത എവിടെയെന്ന് ചോദിക്കുകയാണ്. നീ ഇപ്പൊ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയല്ലേ, ഇപ്പൊ സംസാരിക്കാമോ എന്ന് അമ്മ കളിയാക്കുന്നു. അമ്മയ്ക്ക് തമാശയാണോ, ലളിത എവിടെ എന്ന് ചോദിക്കുകയാണ്. എന്താണെന്നറിയില്ല, അവൾ പിണങ്ങി അച്ഛന്റെ വീട്ടിലേക്ക് പോയി എന്ന് അമ്മ പറയുന്നു. ഇയാൾ വഴക്ക് പറഞ്ഞുകൊണ്ട് അവൾ പിണങ്ങി പോയതാണ്. ഇപ്പോൾ ബെന്നിയെ കാണിക്കുന്നു. ബെന്നി നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയാമെന്ന് കരുതാണ്. പക്ഷെ കൂടെയുള്ള ആൾ പറയുന്നുണ്ട്, ഇല്ല ബെന്നി, നീ ആ കാര്യം പറഞ്ഞാൽ നിന്റെ രാഷ്ട്രീയ ഭാവിക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ആ സത്യം മറച്ചു വെച്ച് പറയേ. ശരിയെന്ന് ബെന്നിയും സമ്മതിക്കുന്നു. ചുരുക്കത്തിൽ ബെന്നി എന്തോ ഒരു കാര്യം മറച്ചു വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വരൂ എന്ന് പറഞ്ഞ ആ 2 പോലീസുകാരെയും ഇരുത്തി സംസാരിക്കാൻ തുടങ്ങുന്നു. സാർ, മുത്തുവിനെ കുറിച്ച് അറിയാവുന്നതൊക്കെ പറയേ. നിങ്ങളുടെ ചേച്ചി ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് അവർ ചോദിക്കുകയാണ്. ആ ആക്രമണം നടത്തിയത് ആരാണെന്ന് ചോദിക്കുകയാണ്. ഇയാൾ വിശദമായി പറയാൻ തുടങ്ങുന്നു. ആ ആക്രമണത്തിന് കുറച്ച് ദിവസം മുമ്പ് നടന്ന കാര്യം കാണിക്കുകയാണ്. മുത്തുവും ബെന്നിയും സംസാരിക്കാൻ വേണ്ടി ശിവയെ വിളിച്ചിരുന്നു. അവരും അവിടെ വരുന്നുണ്ട്. ആ സമയത്ത് ശിവ ജോണി എന്ന് പറയുന്ന ഒരുത്തനുമായി തർക്കിക്കുകയാണ്. ഒരു കാലത്ത് ജോണിയും ശിവയും ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത്. ജോണി കുറച്ച് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതൊന്നും ശിവയ്ക്ക് ഇഷ്ടമല്ല. ഒരു ഘട്ടത്തിൽ ജോണി ഇയാളെ കുടുക്കിയിട്ട് രക്ഷപ്പെടാൻ നോക്കി. അതിനാൽ ഇയാൾക്ക് ജോണിയെ തീരെ ഇഷ്ടമല്ല. ഇപ്പൊ ജോണി, നമ്മൾ അന്നുണ്ടാക്കിയ കാശിൽ പകുതി കാശ് എനിക്ക് വേണം എന്ന് ചോദിക്കുകയാണ്. നിനക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു, ഇനി ഒരു പൈസ പോലും തരില്ല, അവിടുന്ന് പോവാൻ ശിവ പറയുന്നു. എനിക്ക് നീ കാശ് തരില്ല അല്ലേ, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവൻ പോയി. സത്യത്തിൽ അവനാണത് മനസ്സിൽ വെച്ച് അവിടെ ആക്രമണം നടത്തിയതെന്ന് മനസ്സിലാവുന്നു. ആ ആക്രമണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ബെന്നിയോട് ചോദിക്കുകയാണ്. ബെന്നി നടന്നത് പറയാൻ തുടങ്ങുന്നു. ആ ആക്രമണത്തിൽ മുത്തുവിന് ഗുരുതരമായി പരിക്കേറ്റു. പുറത്തൊക്കെ തീ പൊള്ളലേറ്റു. എല്ലാവരും മുത്തുവിനെ കാണാൻ വരികയാണ്. എഴുന്നേറ്റ മുത്തു ആദ്യം ചോദിക്കുന്നത് സിന്ധുവിന് എന്ത് പറ്റിയെന്നാണ്. സിന്ധു നമ്മളെ വിട്ടു പോയി എന്ന് അവർ പറയുന്നു. അത് ഉൾക്കൊള്ളാനാവാതെ മുത്തു ഭയങ്കരമായി സങ്കടപ്പെടുകയാണ്. മുത്തു ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നില്ല. ശിവയാണ് വളരെ കഷ്ടപ്പെട്ട് അവനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് എന്ന് ഇയാൾ പറയുന്നു. എപ്പോഴും മുത്തു സങ്കടപ്പെട്ട് ഒരു മൂലയിൽ പോയിരിക്കുകയാണ്. ശിവ പതുക്കെ പതുക്കെ ഇയാളോട് സംസാരിക്കുന്നു. മുത്തു, നിനക്ക് എത്ര വിഷമമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇങ്ങനെ പോയാൽ നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുവോ എന്ന് പേടിയുണ്ട്. നിന്നെ ഞങ്ങൾക്ക് വേണം എന്ന് ശിവ പറയുന്നു. അപ്പോൾ ഒരു കൊച്ചു പയ്യൻ വന്നിട്ട്, മുത്തുമാമ, നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ നല്ല ഉറക്കം വരും, ഉറക്കത്തിൽ സിന്ധു ചേച്ചി വരും എന്ന് പറയുന്നു. സിന്ധു അന്ന് പറഞ്ഞ അതേ കാര്യമാണ് ഈ കുട്ടിയും പറയുന്നത്. ഇയാൾ സങ്കടത്തോടെ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കുറച്ചു നാൾ കൊണ്ട് ശിവയും ബെന്നിയും ചേർന്ന് ഇയാളെ ആ വിഷമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. ജോണിയാണ് ആക്രമിച്ചതെന്ന് ഇവർക്ക് മനസ്സിലായല്ലോ. ബെന്നി തന്റെ സ്വാധീനം ഉപയോഗിച്ച് ജോണിയെ ജയിലിൽ അടയ്ക്കുകയാണ്. ജയിലിലുള്ള ജോണിയെ കാണാൻ ശിവ വരുന്നു. നീ എന്നെ അകത്താക്കിയല്ലടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ജോണി പറയാണ്. നീ ചെയ്ത തെറ്റിനാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത്, ഇതോടെ നീ നിർത്തിക്കോ എന്ന് ശിവ പറയുന്നു. പക്ഷെ ജോണി അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അപ്പോൾ ജോണിയാണോ മുത്തുവിനെ എന്തെങ്കിലും ചെയ്തത് എന്ന് പോലീസ് ചോദിക്കുന്നു. അതെനിക്കറിയില്ല എന്ന് ബെന്നി പറയാണ്. ഇപ്പോൾ ബെന്നി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ശിവയുടെ കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. മുത്ത് ഇടയ്ക്കിടെ ഒരുപാട് കാശ് ചെലവാക്കിയത് കാണിച്ചല്ലോ, ആ കാശിൽ നിന്നാണോ ചെലവാക്കിയതെന്ന് അറിയില്ല. പോലീസ് ബെന്നിയോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ശിവ എവിടെയാണ്? ശിവയെ കണ്ട് സംസാരിക്കാൻ പറ്റുമോ? ശിവ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് ഇയാൾ പറയുന്നു. ശിവ പെട്ടെന്ന് ഇവരെല്ലാവരും വിളിച്ചു വരുത്തി സംസാരിച്ചു. ഇതിൽ 4-മതായി സെബാസ്റ്റ്യൻ എന്നൊരാളുണ്ട്. ഇവർ 4 പേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ശിവ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ സമാധാനത്തിന് വേണ്ടി ഒരു യാത്ര പോവാണ്, എപ്പോൾ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാനും കഴിയില്ല, പക്ഷെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കണം, NGOയുടെ കാര്യങ്ങളൊന്നും മുടങ്ങരുത്, അതൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് ശിവ പോയി. ഇതാണ് നടന്നത് എന്ന് ബെന്നി പറയുന്നു. ശരി, മുത്തു എപ്പോഴാ പോയത് എന്ന് അവർ ചോദിക്കുന്നു. ശിവ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തുവും എവിടെ നിന്ന് പോയി എന്ന് അയാൾ പറയുന്നു. ഞാൻ പറഞ്ഞതൊന്നും പുറത്ത് വാർത്തയായി വരാൻ പാടില്ല, ഇതെല്ലാം രഹസ്യമാക്കി വെക്കണം എന്ന് ബെന്നി പറയുന്നു. തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം വരുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതൊന്നും ഞങ്ങൾ പുറത്ത് പറയില്ല സാർ, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് അവരയാളെ അയക്കുന്നു. എന്നാൽ ഇൻസ്പെക്ടർക്ക് ബെന്നി പറയുന്നതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ബെന്നിയും ജെസ്സിയും എന്തോ ഒരു കാര്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അത് വേഗം കണ്ടുപിടിക്കണം എന്ന് അയാൾ പറയുന്നു. അപ്പോഴാണ് ഒരു പയ്യന്റെ കോള് വരുന്നത്. NGOയിൽ സംസാരിച്ച ആ പയ്യനാണ് വിളിക്കുന്നത്. ജെസ്സി മാഡത്തെ കാണാൻ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. മുത്തുവിനെ അന്വേഷിച്ചിട്ടാണ് ആ കുട്ടി വന്നിരിക്കുന്നത് എന്ന് അവൻ പറയുന്നു. അത് ഏത് പെൺകുട്ടിയായിരിക്കും എന്നിവർ രണ്ടുപേരും ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ അത് മീന ആയിരിക്കോ എന്നവർ ആലോചിക്കുകയാണ്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി 3 എപ്പിസോഡുകൾ കൂടി ബാക്കിയുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ കാണാം. കഥ ഇതുവരെ ഇഷ്ടമായോ? ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.